പണ്ടൊക്കെ നമ്മൾ പറയും ഈ മണ്ടന്മാരെ കാണണമെങ്കിൽ നമ്മൾ ലണ്ടനിൽ പോകണമെന്നും. ഇപ്പം നമ്മൾ ലണ്ടനിലൊന്നും പോകണ്ട, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് നല്ല അത്യാവശ്യം നല്ല കൂടിയ ഇനം മണ്ടന്മാർ. അതിൽപ്പെട്ടിട്ടുള്ള വേട്ടാവളിയന്മാരാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിലെ ആൾക്കാർ കേട്ടോ. ഇന്നലെ ഞാൻ നമ്മുടെ മലൻ ടി വിക്കകത്ത് ഒരു വാർത്ത ഞാൻ കണ്ടു. 4399 ദിനങ്ങൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയായി ഭരിച്ചത് നമ്മുടെ നരേന്ദ്രമോദിജി എന്നാണ് നമ്മുടെ മലൻ നമ്പ്യാറിന്റെ ചാനലിനകത്ത് ഒരു വാർത്ത കണ്ടത്. ഈ രാജ്യത്തെ ചരിത്രപരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 12 വർഷമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി. നമ്മുടെ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 കോടി വിലയൊക്കെ ഉള്ള മറ്റേ സ്റ്റാച്ചു ഒക്കെയാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അല്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുല്ലും ചെയ്തിട്ടില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ പറയുന്നതിനെക്കാട്ടി നല്ലതേ ഇതുപോലുള്ള സഹോദരന്മാർ പറയുന്നത് കേൾക്കണം. എന്താണെങ്കിലും ഈ മലൻ ടി വിയിൽ വന്നിട്ടുള്ള ഈ ഒരു വാർത്ത 4399 ദിനങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യം, അതായത് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിട്ട് ഭരിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിജി എന്നാണ് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് 4398. ഒരു ദിവസത്തെ വ്യത്യാസം വേഷ്. പിന്നെ നമ്മുടെ ഇന്ദിരാജിയാണ് 4077 ദിനങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചതെന്നാണ് പറയുന്നത്. സത്യത്തിൽ ലവന്മാര് പൊട്ടന്മാരെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഇതുപോലത്തെ മണ്ടൻ ഊളകൾ വേറെ ഇല്ല എന്ന് വേണം പറയാം. സത്യത്തിൽ ഇവന്മാർ സ്വയം മണ്ടന്മാരാണെന്ന് അങ്ങോട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആപ്സോളും വിഴുങ്ങിയിട്ടാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ കുരയ്ക്കുന്നത്. നാണം കെട്ടവന്മാരെന്നല്ല നമ്മൾ എന്താ പറയേണ്ടത്. ഈ കണക്കും കൂടെ നിങ്ങളൊന്ന് കണ്ടോ. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നത് 6130 ദിവസമാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇരുന്നത്. 5831 ദിവസമാണ് നമ്മുടെ ഇന്ദിരാജി ഇരുന്നത്. 4370 ദിവസമാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇരിക്കുന്നത്. 3656 ദിവസമാണ് നമ്മുടെ മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യം ഭരിച്ചത്. ഇനി ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടോ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സഹോദരൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടതിന് ശേഷം ഇവിടുത്തെ വേൾഡ് പൊട്ടന്മാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സംഘി മരവാഴകൾക്കും കൂടെ ഇതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കപ്പം ഈ സഹോദരൻ പറയുന്നത് എന്താണ് എന്ന് കേൾക്കാം. നമസ്കാരം. ഇന്നലെ ജനൻ ടി വിയുടെ ഒരു കാർഡ് ഇങ്ങനെ വ്യാപകമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നത് കണ്ടു. മോദി ഇങ്ങനെ ഒരു ചെക്ക് വെച്ച് കളി ജയിച്ചിരിക്കാൻ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നെഹ്റുവിനെ മറികടന്നു, പുതിയ റെക്കോർഡ് ഇട്ടു. അപ്പോൾ ഞാൻ നോക്കി എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തി ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഒരു ഓർമ്മയിൽ വരുന്ന ഒരു ദിവസം ഓർമ്മയില്ല. പക്ഷേ നെഹ്റു 16 കൊല്ലത്തോളം അതിലധികം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ്. അപ്പോൾ കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ മനോരമ ഉൾപ്പെടെയുള്ള അതിലൊക്കെ നെഹ്റുവിനെ മറികടന്ന് കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന ആൾ എന്നൊക്കെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി ഉള്ളിലേക്ക് ചിലടത്ത് ജനൻ ടി വി ഒന്ന് കണ്ടാലും വായിച്ചാലും ഒന്നും മനസ്സിലാവില്ല. ഉള്ളിലേക്ക് വളരെ ആണ്ട് മുങ്ങി ഒരു മുങ്ങൽ വിദഗ്ധനെ പോലെ പോയാൽ ചില കാര്യം പിടികിട്ടും. അതെന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ ഒന്നാമത് ഇതിലൊക്കെ എന്ത് പ്രാധാന്യമുള്ളത്. ഇപ്പോൾ ഈ 2020 ക്രിക്കറ്റൊക്കെ വന്നതുപോലെയാണ് ചില റെക്കോർഡുകളൊക്കെ പറയുന്നത് കേട്ടില്ലേ. തിങ്കളാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ 6 അടിച്ച അത് റെക്കോർഡാണ്. എന്തായാലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജനുവരി 1-ാം തീയതി ഏറ്റവും കൂടുതൽ സെഞ്ചുറി പൂർത്തീകരിച്ച അങ്ങനെ റെക്കോർഡ് ഇട്ടപ്പോൾ എന്താ അതിലൊരു നൂറ്റി എന്നുള്ളത് അതൊക്കെ വലിയ കാർഡൊക്കെ അടിച്ചിട്ട് ഇറക്കാമല്ലോ. എന്നതുപോലെ നിങ്ങൾ എത്ര കാലം ഭരിച്ചു എന്നോ എന്തായി എന്നോ വല്ല പ്രാധാന്യമുണ്ടോ, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ലേ പ്രാധാന്യമുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് പറയുമ്പോൾ സംഖ്യകളെല്ലാം പറയാണ് ചുളുവിൽ നെഹ്റു ഭരിച്ച ആദ്യത്തെ 5 കൊല്ലം ഇതിൽ കൂട്ടിയിട്ടില്ല പോലും. ചുളുവിൽ മനസ്സിലാക്കണം. ചുളുവിൽ അതായത് 47 മുതൽ 52 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് വരെയുള്ള ആദ്യത്തെ കാവൽ മന്ത്രിസഭയുടെ കാലം അത് കൂട്ടിയിട്ടില്ല പോലും. കാരണം അത് ചുളുവിലാണ്. പൊന്നു സഹോദരന്മാരെ, ഇന്നും ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചതിന്റെ റെക്കോർഡ്, അങ്ങനെ റെക്കോർഡ് ഉണ്ടെങ്കിൽ, അങ്ങനെ റെക്കോർഡൊന്നും ഇല്ല എന്നാലും പറയാണ്, നിങ്ങൾ പറയുന്നത് കൊണ്ട് പറയുന്നു, ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് നെഹ്റുവിന്റെ പേരിലാണ്. അദ്ദേഹം 6130 ദിവസക്കണക്കിൽ പറഞ്ഞാൽ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 കൊല്ലം നിങ്ങൾക്ക് ചുളുവിലുണ്ടായതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പൃഥ്വിരാജ് ചൗഹാന്റെ കാലത്ത് ഇന്ത്യയുടെ ചരിത്രം തുടങ്ങണമെന്ന് പറയുന്ന ആളുകൾക്ക് 47 തുടങ്ങിയ ഇന്ത്യയുടെ ആധുനിക ചരിത്രം പറയാൻ വയ്യ. അതെങ്ങനെ ചുളുവിലാവുക? 47 മുമ്പ് ഒരു 100 കൊല്ലക്കാലം നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു കാര്യം ഇന്ത്യയിൽ നടന്നിരുന്നു. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാണ്. അതിന് കുറച്ച് പിന്നിലേക്കുണ്ട്. ഞാനൊരു ആധുനിക കാലം എന്നുള്ള നിലയ്ക്കാണ് ഒരു 100 കൊല്ലത്തെ എടുത്തത്. അതിൽ അവസാനത്തെ 10-25 വർഷക്കാലം ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകന്മാരിൽ ഒരാളായിരുന്നു നെഹ്റു. അതിന്റെ ഭാഗമായി അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കടന്നിട്ടുണ്ട് 3259 ദിവസം, 9 വർഷത്തിലധികം. മനസ്സിലായോ? ആ സമരത്തിന്റെ, അതിലെ പങ്കാളിത്തത്തിന്റെ, അതിലെ ത്യാഗത്തിന്റെ, അതിന്റെ അനുഭവങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് ആ സാമ്രാജ്യ വിരുദ്ധ സമരത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി നെഹ്റു വന്നത്. അല്ലാതെ ചുളുവിൽ കിട്ടിയതല്ല. ഇപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയുണ്ട് അമിത്ഷാ. നെഹ്റുവിന്റെ ആഭ്യന്തര വകുപ്പെല്ലാം കൈകാര്യം ചെയ്തിരുന്ന ആൾ അറിയാലോ, സർദാർ പട്ടേലാണ്. ആദ്യത്തെ 5 വർഷക്കാലത്ത് നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ ആളുകളെ നോക്കൂ. സർദാർ പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു മന്ത്രിസഭയായിരുന്നു അത്. സർദാർ പട്ടേൽ 5-6 വർഷം ജയിലിൽ കടന്നിട്ടുണ്ട്. മോദിജിയുടെ ആഭ്യന്തരമന്ത്രിയും ജയിലിൽ കടന്നിട്ടുണ്ട്. 5-6 കൊല്ലമൊന്നുമില്ല. 2010 വെറും ഒരു 96 ദിവസം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല. പിന്നെയോ സൊറാബ്ദീൻ എന്ന പേരുള്ള ഒരു ആളിനെ വെടിവെച്ച് വന്നു. പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് വെടിവെച്ച് വന്നു. അമിത്ഷാ ഒന്നും അല്ല കേട്ടോ. അത് ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ പോലീസ് അത് വ്യാജ എൻകൗണ്ടറായി, പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ കൊന്നു.
അതിന്റെ പേരിൽ 96 ദിവസം നമുക്ക് അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാം. അതിൽ കിടന്നിട്ടുള്ള ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. അതുപോലെയല്ല, നെഹ്റു 9 വർഷത്തിലധികം ജയിലിൽ കിടന്നു. അതിന്റെ കൂടി ആ ഒരു ലെഗസി ഉണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ലെഗസി. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കൈവന്ന പ്രധാനമന്ത്രി പദത്തെ ചുളിവിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ അങ്ങ് ഒഴിവാക്കാം. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ കൂടെ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതൊക്കെയെന്ന് അറിയോ? ഒന്ന് വിദേശകാര്യമാണ്. ആ കാലത്താണ് ഇന്ത്യയുടെ പ്രസിദ്ധമായിട്ടുള്ള ചേരിചേരാ നയം. അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യ അതിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ച കാലം തുടങ്ങിയത് അപ്പോഴാണ്. രണ്ടാമത് ശാസ്ത്ര ഗവേഷണത്തിന്റെ ഒരു വകുപ്പ് കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യാണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങാതി നടക്കുന്നുണ്ടല്ലോ. അയാൾ കയ്യിൽ വെച്ചത് തുറമുഖമാണ്. തുറമുഖം ഒരു മോശപ്പെട്ട വകുപ്പായിട്ടല്ല, പക്ഷെ അദ്ദേഹം തുറമുഖം കയ്യിൽ വെക്കാൻ ഒരു കാരണമുണ്ട്. അത് അദാനിയായിട്ടുള്ള ഡിംഗോൾഫിക്കേഷനാണ്. അതിന് വേണ്ടിയിട്ടായിരുന്നില്ല, അത്തരം ഇടപാടുകളായിരുന്നില്ല നെഹ്റുവിന് ഉണ്ടായിരുന്നത്. നെഹ്റുവിന്റെ കൂടെ വലിയൊരു ടീം ഉണ്ടായിരുന്നു. ബഹലാനോബീസിനെ പോലെയുള്ള ഇന്ത്യയിലെ ഇപ്പൊ നമ്മൾ ഡാറ്റാ സയൻസ് എന്നൊക്കെ പറയില്ലേ, അതിന്റെ എല്ലാം ഇന്ത്യയിലെ ആ ഒരു ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മനുഷ്യൻ. പഞ്ചവത്സര പദ്ധതികൾ, ഹോമി ജഹാംഗീർ ബാബയെ പോലെയുള്ള, വിക്രം സാരാഭായിയെ പോലെയുള്ള ഇന്ത്യയുടെ അടിത്തറ പണിത വലിയ മനുഷ്യരുടെ കഴിവിനെ തന്റെ ദീർഘദർശിത്വവുമായി നെഹ്റു കൂട്ടിച്ചേർത്ത ആ 5 കൊല്ലത്തെ നിങ്ങൾ അങ്ങനെ ചുളിവിലൊന്നും കളയാതെ, നിങ്ങൾ അങ്ങനെ ചുളിവിൽ തള്ളിക്കളഞ്ഞ ആ 5 വർഷത്തിലാണ് 48-ൽ ബക്രാനങ്കലിന് തുടക്കം കുറിക്കുന്നത്. അറിയാമല്ലോ, ബക്രാനങ്കൽ അണക്കെട്ട് ഇത് കുറച്ച് 63-ലാണ് അത് കമ്മീഷൻ ചെയ്തത്. അത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ആ വേളയിലാണ് നെഹ്റുവിന്റെ പ്രഖ്യാതമായിട്ടുള്ള പ്രസംഗം. ഉയർത്തെഴുന്നേൽക്കുന്ന ഇന്ത്യയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഇതുപോലെയുള്ള വലിയ അണക്കെട്ടുകൾ. മോദിജി, താങ്കളും ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള പരിപാടികളല്ല. നെഹ്റു IIT ആരംഭിച്ചു. 4 IIT-കൾ, IIM-കൾ അദ്ദേഹം തുടങ്ങിയതാണ്. ആദ്യത്തെ IIT 51-ലാണ് പശ്ചിമബംഗാളിലെ ഖരഗ്പൂരിൽ. എന്തിന് നിങ്ങൾ ആ കാലം മാറ്റി കളയണം? നിങ്ങൾക്കത് മാറ്റി കളയണം. പക്ഷെ ഇന്ത്യ അതിന്റെ എല്ലാ പരാധീനതകളോടും കൂടി ഉയർത്തെണീറ്റ ഒരു കാലത്തിന്റെ തുടക്കത്തെ അങ്ങനെ അങ്ങോട്ട് മാറ്റി കളയാൻ പറ്റുമോ? മോദിജിയും പല നിർമ്മാണങ്ങൾ നടത്തുന്നുണ്ട്. എത്രയോ കോടി രൂപയുടെ സ്റ്റാച്യു അല്ലെ, പിന്നെ രാമക്ഷേത്രം, അതിന്റെ പൂജാരി, അതിന്റെ മുഖ്യ കാർമ്മികൻ, അങ്ങനെയൊക്കെയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, 63-ൽ ബക്രാനങ്കൽ അണക്കെട്ട് രാജ്യത്തിന് സമർപ്പിച്ച സമയത്ത് നെഹ്റു പറഞ്ഞതുപോലെയുള്ള ഒരു വാചകമുണ്ടല്ലോ, ദീർഘകാലത്തേക്ക് ഈ രാജ്യത്തെയും ജനങ്ങളെയും ലോകത്തെയും കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള വാചകം, ഉയർത്തെണീക്കുന്ന ഇന്ത്യയുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ. അതുപോലെ ഒരു എണ്ണം പറയാൻ 6000 ദിവസമല്ല 60,000 കൊല്ലം തലകുത്തി നിന്നാലും മുഴുത്ത വർഗീയവാദിയായിട്ടുള്ള മോദിക്ക് സാധിക്കില്ല. മനസ്സിലായോ? അപ്പോഴാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ അശ്വത്ഥാമ ഹത എന്ന കുഞ്ചര എന്ന് പറഞ്ഞതുപോലെ, കുഞ്ചര പറയില്ല, അത് ശബ്ദം താഴ്ത്തിയ അപ്പോഴേക്ക് ഡ്രംബീറ്റ് ഉണ്ടാവും എന്ന പോലെ തെരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ 5 വർഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വേറെയും നമുക്കിപ്പോ റെയിൽവേയുടെ കാര്യം അത് പറയാതെ പോകാൻ പറ്റില്ല. 48-ലാണ് ഇന്ത്യ ആദ്യമായിട്ടൊരു വിദേശ ഏജൻസിയിൽ നിന്ന്, വേൾഡ് ബാങ്കിൽ നിന്ന് ആദ്യത്തെ ലോൺ വാങ്ങിക്കുന്നത്. കഷ്ടി $34 മില്യൺ. ഇന്തിനാണെന്ന് അറിയോ? ഇന്ത്യയുടെ റെയിൽവേ നവീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുവരെ 42 ഉടമസ്ഥതകളിൽ കിടക്കുകയായിരുന്നു ഇന്ത്യൻ റെയിൽവേ. അതിൽ ചിലത് നാട്ടുരാജാക്കന്മാരുടെ ആയിരുന്നു. 42 എണ്ണം ഉണ്ടായിരുന്നു മൊത്തം. അതിനെ ഏകീകരിച്ചു, അതിനെ നവീകരിച്ചു. 51-ലാണ് ഇന്ത്യൻ റെയിൽവേസ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ആ 52 വരെയുള്ള കാലം റദ്ദ് ചെയ്യണമല്ലേ? ഈ $34 മില്യൺ വാങ്ങിയിട്ട് അഴിമതി ഇല്ലാതെ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഇന്ത്യയിൽ നടക്കുകയുണ്ടായി. നിങ്ങളും ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. പെട്രോൾ അടിക്കുമ്പോൾ 5 രൂപ റോഡ് സെസ്, ഡീസൽ അടിക്കുമ്പോൾ 2.5 രൂപ, അങ്ങനെ 60,000 കോടി രൂപ എങ്ങാണ്ട് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി നിതിൻ ഗഡ്കരി പിരിച്ചുണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം നിർമ്മിക്കുന്ന അദ്ദേഹത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ദേശീയപാത നിർമ്മാണം ഉണ്ടല്ലോ, 50-ലധികം ഗൗരവപ്പെട്ട വലിയ പിഴവുകളാണ്, ഒളിഞ്ഞു പോകലുകളാണ്, ഇടിഞ്ഞു വീഴലുകളാണ് കഴിഞ്ഞ 1-2 കൊല്ലത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ബീഹാറിൽ 2 ആഴ്ചക്കകം 12 പാലങ്ങളാണ് പൊളിഞ്ഞു പോകുന്നത്. ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ ഒക്കെ അതുപോലെയുള്ളതായിരുന്നില്ല. 51-ൽ ഇന്ത്യൻ റെയിൽവേസ് തുടങ്ങിയതാണ്. തീർന്നില്ല. 50-ന്റെ 10-16 വർഷക്കാലം അത് അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തം പൊതുകടം 6700 കോടി രൂപയാണ്. ഇന്ന് 214 ലക്ഷം കോടി രൂപയാണ്. സംഖ്യയുടെ ഭീമമായ വർധന. ഇനി വർധന പറയുമ്പോൾ അന്നത്തെ വില ഇന്നത്തെ വില എന്നൊക്കെ പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ശതമാനം ഒന്ന് പറയാം. 133% ഇന്ത്യയുടെ പൊതുകടത്തിന്റെ വർധന. മോദിജിയുടെ കാലത്ത് അത് 277% വരെയായി. മനസ്സിലായോ? അന്ന് ഒരു പവൻ സ്വർണ്ണത്തിന്, കേൾവിക്കാർക്ക് ഈ വില ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാൻ, ഒരു പവൻ സ്വർണ്ണത്തിന് 50 രൂപയാണ്. ഇന്ന് 1,10,10,000 രൂപയാണ്. ഡോളറിന്റെ വിനിമയ ഒരു നിരക്ക് നോക്കൂ, രൂപയുടെ ഡോളറുമായിട്ടുള്ള. 64-ൽ നെഹ്റുവിന്റെ കാലം കഴിയുമ്പോൾ 4.76 രൂപ കൊടുക്കുമ്പോഴാണ് നമുക്കൊരു ഡോളർ കിട്ടുക. ഇന്ന് അത് 95 രൂപയായി. രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിവിന്റെ ഒരു കമ്പാരിസൺ നോക്കൂ. നെഹ്റുവിന്റെ കാലത്ത് എന്ന് വെച്ചാൽ 47 മുതൽ 64 വരെ 30.67% ഡിപ്രിസിയേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഡോളറുമായിട്ടുള്ള രൂപയുടെ വിനിമയ മൂല്യത്തിലുള്ള ഇടിവ് അത് 30.67%. മോദിയുടെ കാലത്ത് 12 വർഷത്തെ കാര്യമായി പറയുന്നത് 38.3%. കടത്തിന്റെ വളർച്ചയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ മട്ടിലുള്ള വ്യത്യാസങ്ങൾ അതുകൂടി പറയണ്ടേ? നിങ്ങൾ എത്ര ദിവസം ഭരിച്ചു എന്നതാണോ കാര്യം, അതോ കുറഞ്ഞ ദിവസമാണെങ്കിലും ആ ഭരണത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണോ കാര്യം? അയ്യോ, ഇങ്ങനൊന്നും പറയരുത്. ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യകൾക്ക് വേദന ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സഹോദര, ബിഗ് സല്യൂട്ട് കേട്ടാ. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ചരിത്രം ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇടുമ്പോഴല്ലോ, സത്യത്തിൽ ഈ സംഘി മരപ്പൊട്ടന്മാരില്ലേ, ശാഖയിൽ പോയി അവിടുന്ന് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് കുരയ്ക്കുന്നവന്മാര്, ഇവരുടെയൊക്കെ തലയ്ക്കകത്തെ ചാണകമായതുകൊണ്ട് ഈ പൊട്ടന്മാർക്ക് ഇതൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് കേറില്ലെന്നേ. അപ്പൊ നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഭരിച്ചത് ആരാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പുതിയ തലമുറ അവർ മനസ്സിലാക്കണം നമ്മുടെ രാജ്യം ആരാണ് ഏറ്റവും കൂടുതൽ ഭരിച്ചത്, നമ്മുടെ രാജ്യത്തിന്റെ ഈ പുരോഗതികളൊക്കെ കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളത്
ഇപ്പൊ വരുന്ന ഒരു പുതിയ തലമുറ, ഒരു പുതിയ ജനറേഷൻ മനസ്സിലാക്കണം. സത്യം പറയാം, ഈ സംഘപരിവാറിനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് എന്താ പറയാ, സങ്കടം തോന്നിപ്പോകുന്നുണ്ട്. വേൾഡ് പൊട്ടന്മാര് വന്നിരുന്നുണ്ട്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് ഓരോ പോസ്റ്റ് ഇടുമ്പോൾ, എടാ അനിൽ നമ്പ്യാരെ, നീ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറയാൻ സത്യം പറയാണ്ടല്ലോ ലജ്ജ തോന്നുക. ഞങ്ങൾക്ക് മാനോ അഭിമാനോ ഉളുപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും തൊഴിലിന് പോകുന്നതാണ് നിനക്കൊക്കെ നല്ലത്. സംഖ്യകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.